മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാതിടാം. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, വഴിയിൽ വലഞ്ഞു ഞാൻ അലയാതിടാം. വരികയില്ല അവനെന്നെ പിരികയില്ല, വലഞ്ഞുകൾ പിടിച്ചെന്നെ നടത്തിയിടുന്നു. വരികയില്ല അവനെന്നെ പിരികയില്ല, വലഞ്ഞുകൾ പിടിച്ചെന്നെ നടത്തിയിടുന്നു. മറവിടമായ എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവനെന്നെ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. അനുദിനവും ആരും പേരിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. അനുദിനവും ആരും പേരിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. ആനന്ദ ജീവിതം വഴിയിരുന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആനന്ദ ജീവിതം വഴിയിരുന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവനെന്നെ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിടുവാൻ മാറാതെ അവനെന്റെ അരികിലുണ്ട്. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിക്കും. മറന്നിടാതെ ഇവിടെ എന്നെ കരുതിടുക. ആമേൻ. ഒന്ന്, മറന്നിടാതെ, മറക്കാതെ, മറന്നു പോകാതിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. മറവിടമായിട്ട് എനിക്ക് യേശുവുണ്ട്, മറച്ചിടും. ശത്രുവിന്റെ ഭീതികൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതികൂല സന്ധിയുടെ നടുവിൽ ആയിരിക്കുമ്പോൾ മറപിടിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം, സ്തോത്രം, എനിക്ക് മറച്ചു കൊള്ളുവാൻ, എന്നെ മറയ്ക്കുവാൻ ആരുമില്ല എന്ന് നമ്മൾ കരുതുമ്പോൾ യേശു നമ്മോട് പറയുന്നത്, നിന്നെ മറയ്ക്കുവാൻ ഞാനുണ്ട്. ആമേൻ. സങ്കീർത്തനകാരൻ പറയുന്നത് ഇങ്ങനെയാണ്, തന്റെ തൂവൽ കൊണ്ട് തന്നെ മറയ്ക്കും. ആമേൻ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് രോഗം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, എതിർപ്പുകൾ വരുമ്പോൾ, എതിർപ്പിലെ ശക്തികൾ നമുക്ക് എതിരായി കടന്നു വരുമ്പോൾ, നമുക്ക് മറയ്ക്കുന്ന ഒരു തൂവലായിരിക്കുന്നത്, അല്ലെങ്കിൽ മറയ്ക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആമേൻ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവം നമ്മോട് കൂടെ. ഹല്ലേലൂയ. അതുകൊണ്ട്
ഇന്ന് പകൽക്കാലം ആമേൻ അല്പസമയ ചിന്തയ്ക്കായിട്ട് എടുത്തുകൊണ്ട് വേദ വായിക്കുകയും ആമേൻ സ്തോത്രം ആമേൻ എന്ന് വെച്ചാൽ തമിഴില് ചൊല്ലിயிருக்கிறது கிறிஸ்துவில் ஒன்றாய் இருக்க வேண்டும் என்றுள்ளதுதான் அதனுடைய முதல் தலைப்பு. கிறிஸ்துவுக்குள் ஒன்றாய் இருந்து കൊണ്ട് എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ നാം ഒന്നായിരിക്കണമെന്നാണ്. ആമേൻ. അപ്പൊ ക്രിസ്തുവിൽ ഒന്നായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പകൽക്കാലം ആമേൻ ദൈവാത്മാവ് തന്ന വാക്കുകൾ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. ആമേൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ മുഖാന്തിരം ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കലേക്ക് നമുക്ക് എന്തുണ്ട്? പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ അന്യരും പരദേശികളുമല്ല, ദൈവത്തിന്റെ ഭവനക്കാരത്രേ. ഈ വാക്യങ്ങളിൽ ഉള്ളടക്കങ്ങൾ നമ്മൾ വായിച്ച് വാസ്തവമായി ഒരേ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ 2-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ചു വരുമ്പോൾ അനേക കാര്യങ്ങൾ അവിടെ പടിപടിയായി ഒന്ന് ഒരു പോയിന്റ്, 2 പോയിന്റ്, 3 പോയിന്റ്, 4 പോയിന്റ്, ഇങ്ങനെ ഓരോ പോയിന്റുകൾ ഈ അധ്യായത്തിന്റെ അകത്ത് തന്നെ നമുക്ക് ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചോട്ടെ. അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തിലുള്ളവർക്ക് സമാധാനം സുവിശേഷിച്ചു. അവൻ ആര് സുവിശേഷിച്ചു എന്നുള്ളത് പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതി കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ആമേൻ. ദൂരത്തിലിരുന്ന നിങ്ങൾക്ക് സമാധാനം, സമീപത്തിലുള്ളവർക്കും സമാധാനത്തിന്റെ സുവിശേഷമാണ്. ആമേൻ. ഇത് ഒരു സമാധാനത്തിന്റെ സുവിശേഷമാണ്. എന്ന് വെച്ചാൽ ദൂരത്തുള്ളവർക്കും ശരി സമീപത്തിലുള്ളവർക്കും ശരി ഒരു സുവിശേഷം അറിയിച്ചത്, ഒന്നാമത് ലോകത്തിൽ കടന്നു വന്ന് ഈ സമാധാന സുവിശേഷം ആമേൻ പറഞ്ഞു കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ നസ്രേനായിരിക്കുന്ന യേശുവാണ് ഈ സുവിശേഷം ലോകത്തിൽ കടന്നു വന്ന് അറിയിപ്പാനിടയായത്. സ്തോത്രം. ഹല്ലേലൂയ. ആരയിച്ചത്? പിതാവാം ദൈവം പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിൽ അയച്ച് ഈ സുവിശേഷം ലോകമെമ്പാടും പരവണം എന്നുള്ള വിഷയത്തോടു കൂടെയാണ് ആമേൻ ഇവിടെ ലോകത്തിൽ യേശുവിനെ അയച്ചത്. ആമേൻ. അതൊക്കെ ആരൊക്കെയാണ്? ദൂരത്തിലുള്ളവർക്ക് മാത്രമല്ല സുവിശേഷം ആമേൻ അറിയിക്കേണ്ടത് എന്നുള്ളതല്ല, സമീപത്തിലുള്ളവർക്കും സുവിശേഷം അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളോടും ദൈവം നമ്മോടും പറയുന്നത് അതാണ്. എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൂരത്തുള്ളവർക്ക് മാത്രമല്ല സുവിശേഷം പറയേണ്ടത്, നമ്മുടെ അടുത്തുള്ളവർക്കും നാം സുവിശേഷം പറയേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്കും അവൻ പറയുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ ഞാനൽപ്പ ശാന്തമായി നിന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അല്പം ബലഹീനരായിരുന്നു, അതുകൊണ്ടാണ് ശാന്തമായി നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയുന്നത്, അവിടെ പറയുന്ന വാക്കുകൾ പൗലോസ് പറയുന്നത് സ്തോത്രം. ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആമേൻ സ്തോത്രം. 18-ാമത്തെ വാക്യം ഇനി ആരംഭിക്കാം. അവൻ മുഖാന്തരം ഇരുപക്ഷക്കാർക്കും, ആമേൻ, ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ എന്ന് വെച്ചാൽ ഏക ആത്മാവെന്ന് പറയുമ്പോൾ ഒരേ ആത്മാവിനാൽ, ആമേൻ,
ഒന്നാണ്. ആത്മാവ് പലതില്ല. ആത്മാവ് പലതുമുള്ള ഒരു ആത്മാവല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരായിരിക്കുന്ന നാം, പലരായി കൂടി വന്നിരിക്കുന്ന നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ഒരേ ആത്മാവാണ്. ആമേൻ. ഈ ആത്മാവ് സമാധാനത്തിന്റെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സമാധാനത്തിന്റെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈ സുവിശേഷത്തെ നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ആത്മാവിനാൽ മറ്റുള്ളവരോട് സുവിശേഷിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. മറ്റുള്ളവരോട് സുവിശേഷിക്കുമ്പോൾ അവരും ഈ സുവിശേഷം കേട്ട് ഈ ഒരേ ആത്മാവിനാൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവരും കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൂരത്തിലുള്ളവർക്കും ശരി സമീപത്തിലുള്ളവർക്കും ശരി നാം ഈ സുവിശേഷം അറിയിക്കുമ്പോൾ അവർ ഈ സുവിശേഷത്തിൽ കടന്നു വന്ന് ഒരേ ആത്മാവിനെ അവരും പ്രാപിക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ഞാൻ ദൈവത്താൽ ഉള്ള ഒരു ആത്മാവിനെ കുറിച്ച് പറയുകയാണ്. ആമേൻ. സ്തോത്രം. ലോകത്തിൽ ഉള്ളതിൽ ആമേൻ ഒരേ ആത്മാവുള്ളത് ആമേൻ കർത്താവ് നൽകിയ പരിശുദ്ധാത്മാ ശക്തിയാണ്. ആമേൻ. ഒരേ ആത്മാവിൽ എന്ന് വെച്ചാൽ മറ്റൊരു ആത്മാവിനെ പറയുമ്പോൾ പിശാചിന്റെ ആത്മാവ്. പിശാചിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പല വിധത്തിൽ പോരാടുന്ന ഒരു ആത്മാവാണ്. രോഗമിട്ട് പോരാടും. ആമേൻ. സ്തോത്രം. പ്രതിസന്ധികൾ കൊണ്ടിട്ട് പോരാടും. ആമേൻ. സമാധാനം കൊടുക്കയില്ല, സന്തോഷം കൊടുക്കയില്ല, സന്തോഷത്തിന്റെ വഴിയിലേക്ക് പോകാൻ പറഞ്ഞു കൊടുക്കയില്ല. എന്നാൽ ആമേൻ നമുക്ക് നൽകിയ ആമേൻ സുവിശേഷത്തിന്റെ സമാധാനം എന്തെന്ന് ചോദിച്ചാൽ ഒരേ ആത്മാവാകുന്ന ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് ഈ സുവിശേഷീകരണം നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ സമാധാനമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ ദീർഘമായുള്ള ആനന്ദമുണ്ട്. അവിടെ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കേണ്ടതായ ചുവരിനെ ഇടിച്ചിട്ടാണ് ആമേൻ നമുക്ക് ഉള്ളിൽ പ്രവേശിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ്. പ്രിയ ദൈവമക്കളെ, അത് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ചോദിച്ചാൽ ആമേൻ. സ്തോത്രം. ആമേൻ. ഒന്ന് വായിച്ചോട്ടെ. അവൻ മുഖാന്തരം ഇരുപക്ഷക്കാർക്ക്, പ്രൈസ് ദി ലോർഡ്, ഇരുപക്ഷക്കാർക്ക്, ഇരുപക്ഷമാണ്, ഒരു പക്ഷമല്ല. ഇന്ന് അനേക സ്ഥലങ്ങളിൽ നോക്കിയാൽ ഒരു പക്ഷമില്ല, ഇരുപക്ഷമാണ്. സ്തോത്രം. ഇത് എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ സ്തോത്രം ലോകം ഉണ്ടാക്കി ദൈവം തന്റെ മക്കളെ സൃഷ്ടിച്ച് ആമേൻ ദൈവ തേജസ് കൊണ്ട് നിറച്ച സമയത്തിൽ ആമേൻ എവിടെയാണ് ആമേൻ ഇരുപക്ഷമായി തീർന്നത് ചോദിച്ചാൽ ഏതേനിൽ വെച്ച് ആരംഭിച്ച ഇരുപക്ഷമാണ്. ആമേൻ. ആ ഇരുപക്ഷം ആരംഭിച്ച നാൾ മുതൽ പിതാവാം ദൈവം നോക്കി ഇനി ആരെയാണ് സുവിശേഷീകരിച്ച് ഈ പക്ഷത്തെ ഇടിച്ചു കളഞ്ഞിട്ട് ഒരു പക്ഷമാക്കി തീർക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് അവൻ പിതാവ് ചിന്തിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിൽ അയച്ചാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ എന്ന് ചിന്തിച്ചിട്ടാണ് പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിൽ അയച്ച് ഇരുപക്ഷക്കാരുടെ നടുവിൽ ഇരുന്നതായ ചുവരിനെ ഇടിച്ചു മാറ്റുവാനിടയായ ആമേൻ. സമാധാനത്തിന്റെ സുവിശേഷം അവർക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. അവർക്ക് കേട്ട് സമാധാനത്തിലേക്ക് വരുവാൻ കഴിയുന്നില്ല. പോരാട്ടത്തിന്റെ നടുവിലാണ് ഇരിക്കുന്നത്. പിശാച് അവർ വഞ്ചിച്ചു കളഞ്ഞിരിക്കുകയാണ്. പിശാച് അവർ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആമേൻ ഇതിനെ ഒന്ന് ഇടിച്ചെങ്കിൽ മാത്രമേ, സുവിശേഷം പോയാൽ മാത്രമേ ഇതിനെ ഇടിച്ചു കളയുവാൻ സാധിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിനെ ഇടിച്ചു കളഞ്ഞിട്ട് ഇരുതളത്താരെയും ഒന്നാക്കുവാനിടയായി. ഇവിടെ ഒന്നാക്കി, ആത്മാവിൽ ഒന്നാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പക്ഷമല്ല. സ്തോത്രം. ആമേൻ. ഒരു ഹല്ലേലൂയ പുറകെ പറഞ്ഞു.
ഓ സ്തോത്രം. ഇന്ന് അനേകം പേരുടെ ജീവിതത്തിൽ പക്ഷമാണ്. സ്തോത്രം. നീ ഒരു പക്ഷമെങ്കിൽ ഞാനൊരു പക്ഷം. അത് ആരുടെ വേലയാണെന്നുള്ളത് കണ്ടുപിടിക്കണം, ആരുടെ ജോലിയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. പിശാചിന്റെ തന്ത്രമാണ്. അവൻ നമ്മെ ദൈവം ഒന്നാക്കി വച്ചതിനെ അവൻ പിന്നെയും അവിടെ കടന്നു വന്ന് അതിനെ ഇടിച്ചു നിവർത്തി അവന്റെ ആധിപത്യത്തെ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് പിശാച് ഉണ്ടാക്കുന്ന പരിപാടി എന്ന് ആത്മാവിൽ നമ്മൾ ഗ്രഹിക്കുന്നു എങ്കിൽ അതിനോട് പോരാടി നാം ജയം പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കുക. Praise the Lord. Hallelujah. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരേ ആത്മാവിനാൽ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് വായിച്ചാട്ടെ. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമായി ആകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനാൽ പാനം ചെയ്തുമിരിക്കുന്നു. ഇതാർക്കാ കൊടുക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. കൊരിന്ത്യ സഭ ജനമേ, നിങ്ങൾ ഇങ്ങനെയായിരിക്കണം എന്ന് അവൻ വ്യക്തമായി കണ്ടീഷനായി അവൻ പറയുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. കണ്ടിച്ചു പറയുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? 4 കാര്യം ആദ്യം പറയുകയാണ്. 1, യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ ദാസന്മാരാകട്ടെ സ്വതന്ത്രരോ, ഈ 4 പേര് നിങ്ങൾ ആയിരുന്നാലും ശരി, ഒരു സഭയ്ക്കകത്ത് ഒരു 4 കൂട്ടം ഇരുന്നാലും ശരി, നിങ്ങൾ 4 വ്യക്തികളായിരുന്നാലും ശരി, ദാസന്മാരാകട്ടെ യവനന്മാരാകട്ടെ യഹൂദന്മാരാകട്ടെ സ്വതന്ത്രരാകട്ടെ, ഏത് വ്യക്തിയായിരുന്നാലും ശരി, നിങ്ങൾ ആരായിരിക്കണമെന്ന് അവിടെ പറയുന്നു ചോദിച്ചാൽ നിങ്ങൾ ഒരേ ആത്മാവിൽ, ആമേൻ, ഹല്ലേലൂയ, ഒരേ ആത്മാവിലായിരിക്കണമെന്നാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതുന്നത്. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ 4 അവൻ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാതികളായിരിക്കാം, 4 വിധ ജാതികളായിരിക്കാം, അല്ലെങ്കിൽ 4 വിധ കൂട്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ 4 വിധ ഭാഷക്കാരായിരിക്കാം, ഇല്ലെങ്കിൽ 4 വിധമായിരിക്കുന്ന ഒരു അനുഭവത്തിലുള്ളവരായിരിക്കാം. നിങ്ങൾ ആരായിരുന്നാലും ശരി, നിങ്ങൾ ഒരേ ആത്മാവിൽ ആമേൻ ആയിരിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിലൂടെ ആമേൻ പൗലോസ് പറയുന്നത്. അവിടെയും പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് സുവിശേഷകരണം പറയുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. സുവിശേഷിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഒരേ ആത്മാവിൽ നിങ്ങൾ എന്തിരിക്കുന്നു? ഒരേ ആത്മാവിലാണ് സ്നാനമേറ്റിരിക്കുന്നത്. ആമേൻ. കൊരിന്ത്യ സഭയെ നിങ്ങൾ എന്തിരിക്കുകയാണ്? ഒരേ ആത്മാവിലാണ് സ്നാനമേറ്റിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. 2, ഒരേ ആത്മാവിനാൽ പാനം ചെയ്തിരിക്കുന്നു. ഒരേ ആത്മാവിനാൽ പാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ അപ്പവും അവന്റെ ശരീരവും നിങ്ങൾ എന്തിരിക്കുന്നു? പാനം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, പലരായിരിക്കുന്ന നാം ഒരേ അപ്പത്തിന്റെ അംശികളും ഒരേ പാനപാത്രത്തിന്റെ കൂട്ടായ്മയിൽ ആചരിക്കുന്ന ദൈവമക്കളുമെന്നാണ് അവിടെ ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനം അവിടെ പറയുന്നു ഒരേ ആത്മാവിനാൽ അവൻ സ്തോത്രം അവിടെ ആരാധിക്കുന്ന ഒരു അനുഭവം. അവൻ ഒരേ ആത്മാവിനാൽ ദൈവത്തെ സ്തുതിക്കുന്നത്, ഒരേ ആത്മാവിനാൽ പാനം ചെയ്യുന്ന ഒരു സഭയ്ക്കകത്ത് ഒരു അത്യന്ത ശക്തി ഇറങ്ങി വരും.
ഒരു അത്യന്ത ശക്തി അവിടെ പകരുവാനിടയാകും. രണ്ടുപേരിരിക്കുന്ന കൂട്ടത്തിലുമായിരിക്കട്ടെ, അവിടെ ഒരു അത്യന്ത ശക്തി ഇറങ്ങി വരും. 10 പേര് ഇരിക്കുന്ന ഒരു കൂട്ടത്തിലാകട്ടെ, ഒരു അത്യന്ത ശക്തി ഇറങ്ങി വരും. പരിശുദ്ധാത്മാവിൻ്റെതായ ഒരു നിറവ് എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഒരേ ആത്മാവിനാൽ ആരാധിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയാകും. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുമ്പോൾ അവിടെ വെളിപ്പാടുണ്ടാകും, അവിടെ പ്രവചനമുണ്ടാകും, അവിടെ ആമേൻ സ്തോത്രം ദർശനമുണ്ടാകും, ആത്മശക്തി അവിടെ ഉണ്ടാകും. ആമേൻ അവിടെ ഉണ്ടാകണമെങ്കിൽ ഒരേ ആത്മാവിനാൽ ആരാധിക്കുന്ന സ്ഥലത്ത് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ആമേൻ ഹല്ലേലൂയ. അപ്പൊ ദൈവപ്രവൃത്തി ഉണ്ടാകണമെങ്കിൽ ആമേൻ സ്തോത്രം നമുക്ക് എന്തുണ്ടായിരിക്കണമെന്ന് വെച്ചാൽ ഒരേ ആത്മാവിൽ ആരാധിക്കുന്നവരായിരിക്കണം, ഒരേ ആത്മാവിനാൽ പാടുന്നവരായിരിക്കണം, ഒരേ ആത്മാവിനാൽ ആമേൻ സ്തോത്രം ആമേൻ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ആമേൻ ഒരേ ആത്മാവിനാൽ ആമേൻ പ്രവർത്തിക്കുന്ന ദൈവമക്കൾ. എന്ന് വെച്ചാൽ ആമേൻ ഇത് ഒരാത്മാവിനാൽ പ്രവർത്തിക്കുകയില്ല. എന്താ ഏത് നമുക്ക് ചെയ്യുന്നോ, ഇരുട്ടിന്റെ ആധിപത്യത്തിനോ നമ്മൾ ഇടം കൊടുക്കാതെ, ഇരുട്ടിന്റെ ആധിപത്യത്തിന് നമ്മൾ ചെവി കൊടുക്കാതെ നമ്മൾ ഇരുന്നു കൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എങ്കിൽ വാസ്തവമായി നമ്മുടെ ദേശം സുവിശേഷീകരിക്കപ്പെടും. ആമേൻ. നമ്മുടെ ദൂരദേശത്തിൽ ഇരിക്കുന്നവരായിരിക്കട്ടെ, ആമേൻ അടുത്തുള്ളവരായിരിക്കട്ടെ, ആമേൻ സ്തോത്രം നമ്മൾ ഒരേ ആത്മാവിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് സുവിശേഷീകരിച്ചാൽ തീർച്ചയായിട്ടും അനേകർ ഓടിക്കൂടി വരും എന്നുള്ളതിൽ ഏതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 പേരിരിക്കുന്ന കൂട്ടത്തിൽ 20 പേരെ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും, അവിടെ ഒരേ ആത്മാവിൽ ആരാധിക്കുമ്പോൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 25 പേരിരിക്കുന്ന സ്ഥലത്ത് 50 പേരായി മാറും ഒരേ ആത്മാവിൽ ആരാധിക്കുമ്പോൾ. സ്തോത്രം. പ്രവൃത്തി ഒന്ന്, ആമേൻ പ്രവർത്തനം ഒന്ന്, ആരാധന ഒന്ന്, സ്തുതിക്കുന്നത് ഒന്ന്, മഹത്വം കരയറ്റുന്നത് ഒന്ന്. ആ വിധത്തിൽ നമ്മൾ ചെയ്യുന്നു എങ്കിൽ വാസ്തവമായി അവിടെ ദൈവപ്രവൃത്തി ധാരാളമായി വെളിപ്പെടുവാൻ ഇടയാകുമെന്നുള്ളത് ഏതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതി കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആത്മാവിനാൽ എന്നെ നിറച്ചു എന്നൊരു പാട്ടുണ്ട്. സ്തോത്രം. ആ പാട്ട് പാടുമ്പോൾ വാസ്തവമായി ആത്മാവിൽ നിറച്ചു എന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് ജനമെല്ലാം കൈയടിച്ച് പാട്ട് ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധന തുടങ്ങും. ആരാധന തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരാധിക്കുന്നത് സ്തോത്രം വലിയൊരു ആരാധനയായിരിക്കും. അവിടെ വെളിപ്പാട് കാണുന്നവരുണ്ട്, ദർശനം കാണുന്നവരുണ്ട്. പിന്നെ അവർ എഴുന്നേറ്റുന്നു സാക്ഷ്യം പറയുന്നത് ഒരാഴ്ച കാലമെന്നല്ല അവർ പറയുന്നത്. അവർ പറയുന്ന സാക്ഷി കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ദർശനം ഞാൻ കണ്ടു, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആവിധമായിരിക്കുന്ന സാക്ഷികൾ എഴുന്നേറ്റ് ദൈവനാമത്തിൽ എഴുന്നേൽക്കുന്നു എങ്കിൽ വാസ്തവമായി ദുഷ്ടന്റെ വ്യാപാരങ്ങളെ തകർത്ത് കളഞ്ഞിട്ട് അവിടെ വലിയൊരു വിടുതലുണ്ട്. ഈ വ്യാപാരത്തിന്റെ ശക്തി ആമേൻ നമ്മുടെ സഭയ്ക്കകത്ത് പകരും. ഓ ജീസസ്. ഹല്ലേലൂയ. ഇന്നൊരു കരകളടിച്ചു ഒന്ന് സ്തുതിച്ചാട്ടെ. ഓ Hallelujah. Hallelujah. Praise the Lord. Oh, Jesus. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ വീണ്ടും പറയുകയാണ്. 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഒരേ ശരീരവും ഒരേ
ആത്മാവുമുണ്ട്. ഒന്ന് വായിച്ചാൽ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും വീതമുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമാകിയ എല്ലാവർക്കും ദൈവവും പിതാവായവൻ ഒരുവൻ. ഹല്ലേലൂയ. അവിടെ എത്ര പോയിന്റാണ് അവിടെ വെച്ചിരിക്കുന്നത് ചോദിക്കണം. പൗലോസ് ആമേൻ സ്തോത്രം എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷം പറയുമ്പോൾ, സുവിശേഷീകരിക്കുമ്പോൾ അവൻ പറയുകയാണ്, സ്തോത്രം എന്തൊക്കെയാണ് പറയുന്നത്? ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. ഇവിടെ 4 കാര്യം പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശരീരം ഒന്നാണ്. ആരുടെ ശരീരമാണ്? ഈ ശരീരം ആരുടെ വകയാണ്? കർത്താവിന്റെ ശരീരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവിന്റെ ശരീരം നമ്മളിലുണ്ടെങ്കിൽ കർത്താവിന്റെ സ്വഭാവവും നമ്മളിലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ചിന്തയും നമ്മളിലുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വാക്കുകളും വാഗ്വാദങ്ങളും അല്ല നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത് കർത്താവിന്റെ സ്വഭാവത്തിൻ്റെതായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു അല്ലേല പറഞ്ഞാട്ട് ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവിടെ ഒന്നാണ്. സ്തോത്രം. ശരീരം ഒന്നാണ്. ഈ ശരീരം ഇരിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് ഒന്നാണ്. ഹല്ലേലൂയ. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം. അപ്പോ കർത്താവ് ഈ 3 നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ 4ാമത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിശ്വാസവും നമ്മുടെ അകത്ത് വേണം. ആമേൻ. ഹല്ലേലൂയ. ദൈവം നടത്തുവാൻ ശക്തനെന്നുള്ള ആണിത്തരമായുള്ള എന്ന് വെച്ചാൽ എന്ത് വന്നാലും അവൻ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മുടെ അകത്ത് തിളയ്ക്കുന്നു എങ്കിൽ, ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നു എങ്കിൽ, ഈ വിശ്വാസത്തിന്റെ തിളക്കം ആമേൻ സുവിശേഷീകരിച്ചിരിക്കുന്നു എങ്കിൽ, വിശ്വാസത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പതറിപ്പോകാതെ വണ്ണം നമ്മെ കരം പിടിച്ച് നടത്തുവാൻ ശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയുന്നത് ദൈവമക്കളെ, നമ്മൾ എല്ലാവരും പാട്ട് പാടണം. എന്താണ്? ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ സായയിൽ സൃഷ്ടിച്ചു, നിത്യമാം പുത്രനെ തന്നുടെ പുത്രനെ തന്നാണ് നമ്മെ രക്ഷിച്ചത്. ആമേൻ. ഇവിടെ പാട്ടുകാർ പാടുന്നത് സ്തോത്രം, പുത്രനെ തന്നാണ് എന്നെ രക്ഷിക്കുവാനിടയായത്. അപ്പോ പുത്രനെ തന്ന് രക്ഷിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ക്രൂസിൽ കൂടെയാണ്. എന്ന് വെച്ചാൽ പുത്രനെ ക്രൂസിൽ തറച്ചതുകൊണ്ടാണ്, ക്രൂസിൽ മുൾമുടി ധരിച്ചതുകൊണ്ടാണ്, 40-ൽ 1 കുറയ അവൻ 39 അടികൾ ഏറ്റതുകൊണ്ടാണ്, അവൻ കൈകാലുകളിൽ ആണികൾ അടിച്ചതുകൊണ്ടാണ്, വിലാപ്പുറത്ത് കുത്തി തുളച്ചത് കൊണ്ടാണ് അവൻ നമ്മെ രക്ഷിക്കുവാനിടയായത്. ഹല്ലേലൂയ. അപ്പൊ നമ്മെ രക്ഷിച്ചത് ഏത് വിധത്തിൽ എന്നുള്ളത് അവൻ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അവൻ പറയുന്നത്, അവൻ സ്തോത്രം, അവൻ ദൈവത്തിൻ്റെതായ ഒരനുഭവത്തിൽ, ദൈവികമായി ഒരേ ആത്മാവിൽ, ഒരേ ആത്മീയ ജീവിതത്തിൽ, ഒരേ സന്തോഷത്തിൽ, ഒരേ സമാധാനത്തിൽ ഹല്ലേലൂയ നമ്മൾ സുവിശേഷീകരിക്കുന്നു എങ്കിൽ, ഈ സമാധാനം
കാണുന്നവർ അവർ ദൈവത്തിന്റെ മക്കളെന്ന് അറിയേണ്ട വിധത്തിൽ നമ്മെ അറിയുവാൻ തക്കവണ്ണം വാസ്തവമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, ഇതിലധികമായി കടന്നു പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതേപോലെ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് ലേഖനം എഴുതിയതുപോലെ ആമേൻ നമ്മുടെ ജീവിതത്തിലും ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, ദൈവം ഒന്ന് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും ഈ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വാസ്തവമായി നമുക്ക് വിടുതലും ആശ്വാസവും നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. നമുക്ക് സമാധാനം കണ്ടെത്തുവാൻ കഴിയും. സഭകളിലാകട്ടെ, കുടുംബങ്ങളിലാകട്ടെ, ആമേൻ മറ്റുള്ള ഇടങ്ങളിലാകട്ടെ, ഏത് സ്ഥാനത്തിലായാലും അവിടെ സമാധാനം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു സുവിശേഷീകരിക്കുന്ന സമയത്ത് ആമേൻ ശിഷ്യന്മാർ ആമേൻ സ്തോത്രം ഇരിക്കുന്ന നേരത്തിൽ ആമേൻ സ്തോത്രം ആമേൻ ക്രൂസിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആമേൻ അവൻ ശിഷ്യന്മാരിരുന്ന കൂടാരത്തിന്റെ അകത്ത് ആമേൻ കടന്നു വന്നപ്പോൾ അവർ ഭയകുലരായിരുന്നപ്പോഴും ആമേൻ യേശു അവരോട് സുവിശേഷീകരിച്ചെന്നറിയാമോ? നിങ്ങൾക്ക് സമാധാനം. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ സമാധാനം എന്നുള്ള വാക്ക് ആമേൻ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. ആമേൻ സമാധാനത്തിന്റെ സുവിശേഷമാണ്, മുഖ്യമായുള്ള ഒരു സുവിശേഷമാണ് നമ്മുടെ കരങ്ങളിലും കർത്താവ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ സമാധാനത്തിന്റെ സുവിശേഷം ആമേൻ പാദങ്ങൾക്ക് ചെരിപ്പാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സമാധാനത്തിന്റെ സുവിശേഷത്തിന്റെ ആമേൻ പാദരക്ഷകളെ നമ്മുടെ കാലുകളിൽ തൊടുത്തുകൊണ്ട് കടന്നു പോകുന്നു എങ്കിൽ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട ആമേൻ ഇടിച്ച് മറിച്ചിട്ട ഇടിച്ച് ആമേൻ മാറ്റിയിട്ട ഇടിച്ച് തകർത്തിട്ട നമ്മുടെ യഹോവയാകുന്ന ദൈവം സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ ജീവിതത്തിൽ നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ, നമ്മയും ദൈവസന്നിധിയിൽ നിർത്തുവാൻ ആമേൻ എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ നടിച്ചുവറിനെ ഇടിച്ചിട്ടാണ് അവന്റെ മക്കളാക്കി തീർക്കുവാനിടയായത്. ഹല്ലേലൂയ. അവന്റെ മക്കളാക്കുവാൻ, അവന്റെ മക്കളാക്കി അവന്റെ സന്നിധിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്കിടയാക്കിയത് ആമേൻ ആ നടിച്ചുവറിനെ ഇടിച്ചു മാറ്റിയത് കൊണ്ടാണ് വലിയൊരു രക്ഷ നമുക്ക് തരുവാനിടയായത്, സമാധാനം തരുവാനിടയായത്, സന്തോഷം തരുവാനിടയായത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ആമേൻ എഫേസ്യർക്കുള്ള ലേഖനത്തിൽ ആമേൻ 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുവാനിടയായത്. ആമേൻ സ്തോത്രം. നിങ്ങൾ ഇനി അന്യരും പരദേശികളുമായിരിക്കരുത്. ആമേൻ. നിങ്ങൾ ഇനി എങ്ങനെ ആയിരിക്കണം? ക്രിസ്തുവിൽ ഇല്ലില്ല. എഫേസ്യർക്കുള്ള ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം. ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. പിതാവിലേക്ക് പ്രവേശനമുണ്ട് എന്നാണ് അവന്റെ വരവിങ്കൽ യേശു വരുന്ന നാളിൽ നമുക്ക് അവനിലേക്ക് പ്രവേശനമുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരാത്മാവിനാൽ ഒരേ ആമേൻ ദൈവികത്തിൽ ഒരേ സമാധാനത്തിൽ ദൈവത്തെ ആരാധിച്ചു പോകുമ്പോൾ അവന്റെ രാജ്യത്തിൽ നമുക്ക് പ്രവേശനമുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ മൂടാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. அடவூர் என்ன சொன்னாலும் பாரது நின்னாலும் பிள்ளையெல்லோ நான் உமக்கு நிகரில்லாத தகப்பனுக்கு உயர் மலையோ சமவெளியோ இரண்டிலும்